തിരുവനന്തപുരം ശ്രീകാര്യത്ത് വ്യാപാരിക്ക് നേരെ ആക്രമണം. വ്യാപാരി വ്യവസായി കരീം യൂണിറ്റ് ജനറൽ സെക്രട്ടറി സത്യന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സത്യന്റെ സ്വർണ്ണമാലയും പണവും കവർന്നു. ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം എത്തുന്നത്. ആഷിഖ്, ഈ ഒരു വഴിയരികിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രതികളെ പിടികൂടാനായോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? അഞ്ജലി, നിലവിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനം, ഒരു രാത്രി 8 മണിയോടുകൂടി വാഹനങ്ങളെല്ലാം കടന്നു പോകുന്ന റൂട്ടിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കരീം ഇടവക്കോടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വ്യാപാരിയുടെ പേര് സത്യൻ എന്നുള്ളതാണ്. അദ്ദേഹം വ്യാപാരി വ്യവസായിയുടെ കരീം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം ഈ കട പൂട്ടി പിരിച്ചു പോകുന്ന സമയത്താണ്, സാധനങ്ങളുമായി പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു കൈവരിക്ക് സമീപമായി ഈ വാഹനം നിർത്തിയാണ് ഈ ആക്രമണം തുടങ്ങുന്നത്. ഈ വ്യാപാരി പോകുന്ന സമയത്ത് ഒരു യുവാവ് വന്ന് ഇത്തരത്തിൽ വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം എന്തോ ആവശ്യത്തിന് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടതാണെന്ന് കരുതി ഈ വ്യാപാരി വാഹനം നിർത്തുന്നു. വാഹനം നിർത്തി ഉടനെ തന്നെ ഈ വ്യാപാരിയും അദ്ദേഹത്തിന് അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്നാണ് ഈ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലും മറ്റും പിടിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. തുടർന്ന് രണ്ടുപേരും ദീർഘനേരം റോഡിൽ മൽപ്പിടുത്തം നടത്തുകയും തുടർന്ന് രണ്ടുപേരും നിലത്ത് വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് ദീർഘനേരം കഴിഞ്ഞതിന് ശേഷമാണ്, ആളുകൾ എത്തിയതിനു ശേഷം മാത്രമാണ് വ്യാപാരിയെ വിട്ടുകൊണ്ട് ഈ യുവാവ് കടന്നു കളഞ്ഞത്. ഈ വ്യാപാരിയുടെ കയ്യിലുള്ള പണവും സ്വർണവും ഇദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ മണ്ണന്തല പോലീസിനെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എന്തോ ഒരു വ്യാപാരിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അതിന്റെ സിസിടിവി ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടത്. വിശദാംശങ്ങൾ ആഷിഖ് റഹ്മാനാണ് പങ്കുവച്ചത്.